അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹവും ബഹുമാനവുമുള്ള പണ്ഡിത സുഹൃത്തുക്കൾ, സ്ഥാപനത്തിന്റെ വളർച്ചയിലും ഉയർച്ചയിലുമൊക്കെ കൂടെ നിൽക്കുന്ന ഈ മക്കളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളോട് വിട പറയാനിരിക്കെ ഒരു മഹത്തായ ഒരു സുഹൃത്തിന്റെ മജ്ലിസിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. കുറച്ചുകൂടി ചെറിയ ഇങ്ങനെ ഒരു മജ്ലിസ് കിട്ടാൻ ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം. അല്ലാഹുവിന്റെ ഒരു വലിയ തൗഫീഖ് എന്ന് പറയാം. ഇത് എണ്ണത്തിൽ ആളുകൾ കുറഞ്ഞ ഒരു മജ്ലിസാണെങ്കിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആമീൻ പറഞ്ഞുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ മക്കളുടെ പരിപാടികൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ലൈവ് ലിങ്ക് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ അത് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ അഡ്രസ് ജനങ്ങൾക്ക് നിങ്ങൾ കൈമാറണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, ജനങ്ങളെ വഴി നടത്താൻ ഒരു സമൂഹം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കണമെന്നത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇന്നിവിടുത്തെ കമ്മിറ്റിക്കാരായ, അതുപോലെ തന്നെ രക്ഷിതാക്കളായ, മാതാപിതാക്കളായ നമ്മളെയാണ് അല്ലാഹു ഇതിന് തെരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഒരൽപകാലം കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുത്താൽ വേറെ ഒരു തലമുറ അല്ലാഹു ഇവിടെ കൊണ്ടുവരും. പൂർവികരായ സമൂഹത്തിലും അല്ലാഹു തആല ഏൽപ്പിച്ച ഒരു ദൗത്യം അത് തന്നെയായിരുന്നു. 1,24,000-ലധികം വരുന്ന അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പറഞ്ഞയച്ചപ്പോ 1,00,000 അമ്പിയാക്കൾ വന്നത് ഇന്നത്തെ ജൂതപ്പട മനുഷ്യ സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലി സമൂഹത്തിലേക്കാണ്. 1,24,000-ലധികം അമ്പിയാക്കള് ഈ ലോകത്ത് വന്നപ്പോ 1,00,000-ലധികം അമ്പിയാക്കൾ വന്നത് ഇസ്രായേലിലാണ്. പക്ഷെ അവരെ നേരെയായിട്ടില്ല, ഇനി നേരെയാവാനും പോണില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ കാലഘട്ടത്തിലെ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോകുകയും ചെയ്തതിന്റെ പേരിൽ എന്നും എല്ലാ കാലഘട്ടത്തിലും ശപിക്കപ്പെട്ട ഒരു പൈശാചിക വിഭാഗമായി ആ സമൂഹം മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 2 വർഷത്തിനിടയിൽ പുറത്തു വന്ന കണക്കനുസരിച്ച് 65,000 മനുഷ്യ ജീവനുകളാണ് ഇസ്രായേലിൽ പൊലിഞ്ഞു പോയത്. പുറത്തു വന്ന കണക്ക് 2 വർഷത്തിനുള്ളിൽ. എന്നാൽ മരണത്തിന്റെ കാലൊച്ചകൾ കാതോർത്തുകൊണ്ട് ആശുപത്രിയുടെ വെന്റിലേറ്ററിൽ മരണത്തിന്റെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ജനസഞ്ചയങ്ങൾ ജനലക്ഷങ്ങളാണ്. സെക്കൻഡുകൾ കൊണ്ട് ഇസ്രായേലി പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ മാറിലേക്ക് തറച്ചുകൊണ്ട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ പിടഞ്ഞു വീഴുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, നിമിഷ നേരം കൊണ്ട് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയ വിധവകളായ ഉമ്മമാർ, ചിന്നച്ചിതറിയ ശരീരഭാഗങ്ങൾ, രക്തം കണ്ടിട്ട് കൊതി തീരാത്ത, അറപ്പ് തീരാത്ത, വെറുപ്പില്ലാത്ത ഒരു സമൂഹമായി ബനൂ ഇസ്രായേലിൽ മാറിയത് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനായിരുന്ന മഹാനായിരിക്കുന്ന കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള പ്രവാചകന്മാരെ പരിഹസിച്ചതിന്റെ പേരിൽ, അവരംഗീകരിക്കാത്തതിന്റെ പേരിൽ അവർക്ക് കിട്ടിയ ശാപമാണ്. എന്തിനധികം പറയുന്നു പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹാനായിരുന്ന, ദുആ ചെയ്താൽ ദുആക്ക് അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തിരുന്ന, 24 മണിക്കൂറും 10,000-ലധികം വരുന്ന ശിഷ്യഗണങ്ങൾ കൂടെയുണ്ടായിരുന്ന ബൽഅം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിമിഷ നേരം കൊണ്ടൊരു പ്രവാചകനെ ശപിച്ചതിന്റെ പേരിൽ ഒരു നികൃഷ്ട ജീവിയായി, നജസായ നായയാക്കി മാറ്റിയ ചരിത്രം പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ബനൂ ഇസ്രായേലിൽ ഇന്ന് ഫലസ്തീനിനെ വേട്ടയാടുമ്പോഴും ഫലസ്തീനിന്റെ മോചനം ആ മക്കളുടെ മുഖത്തൊരു പുഞ്ചിരി കാണാതെ ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കുകയില്ല എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കനെ പറ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയാണ് ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നത്? എങ്ങനെയാണ് ആ പ്രവാചകരെ നമ്മൾ ഉൾക്കൊള്ളുന്നത്? ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം കൊണ്ട് ഈ പരിശുദ്ധമായ ദീന് പ്രബോധനം ചെയ്തിട്ട് ലോകത്തോട് വിട പറയുമ്പോ അവസാനമായി നമ്മളെ പോലെയുള്ള ആളുകളോട് പറഞ്ഞ കാര്യമുണ്ട്. ഈമാനിന്റെ നിറകുടങ്ങളായ സ്വഹാബിമാരോട് പറഞ്ഞു, സ്വഹാബത്തെ ഞാൻ പോവാൻ, ഞാൻ പോയി കഴിഞ്ഞാൽ മഹാനായിരിക്കുന്ന ഖാബിലുൽ അർവാഹ് ഇസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹു പറഞ്ഞയച്ചതാണ് നബിയെ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങയുടെ റൂഹിനെ പിടിക്കാനും അങ്ങേക്ക് താല്പര്യമില്ലെങ്കിൽ മരണമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാനും അല്ലാഹു അനുമതി നൽകുന്നുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ സമയത്ത് പ്രവാചകർ പറഞ്ഞു, ഞാൻ ആഖിറത്തെ തെരഞ്ഞെടുത്തു. ലോകത്ത് മരണമില്ലാതെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അവസരം കൊടുത്താൽ അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഒരാൾക്കും അല്ലാഹു അധികാരം കൊടുത്തിട്ടില്ല. പക്ഷേ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആഖിറത്തെ തെരഞ്ഞെടുത്തു എന്നാണ്. വലൗ കാന ഫിദ്ദുനിയ തദ്ഉമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. മരണത്തെ തെരഞ്ഞെടുത്തു എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയാൽ 2 കാര്യം നിങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു പോവുകയാണ്. ഒന്ന് അൽ ഖുർആൻ, മറ്റൊന്ന് അഹ്ലു ബൈത്തി. 2 കാര്യം ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു പോവുകയാണ്. ഒന്ന് ഖുർആനാണ്. ഖുർആൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഖുർആൻ നിങ്ങൾ ഒരിക്കലും കൈവിട്ടുകൂടാ. ആ ഖുർആൻ വരുന്ന സമൂഹത്തിന്, തലമുറക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. നിങ്ങൾ ഖുർആനിന്റെ അഹ്ലുകാരായി മാറണം. അല്ലാഹു അപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, മക്കളില്ലാത്ത, മരണമില്ലാതെ എന്നെന്നും ജീവിക്കുന്നവനായ അല്ലാഹു, ആരാരുമില്ലാത്ത അല്ലാഹു എനിക്ക് കുടുംബമുണ്ടെന്ന് പറയുന്നു. ആരാണ് ആ കുടുംബമെന്ന് ചോദിച്ചാൽ അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആനിന്റെ വാഹകരാണ്, ഖുർആൻ ശ്രദ്ധിക്കുന്നവരാണ്, ഖുർആൻ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് ഖുർആനിനെ നിങ്ങൾ അകറ്റി നിർത്തരുത്. ആദ്യമായി പറഞ്ഞു, ഒന്ന് അൽ ഖുർആൻ, രണ്ടാമത്തത് അഹ്ലു ബൈത്തി, എന്റെ കുടുംബമാണ്. എന്റെ കുടുംബത്തെ നിങ്ങൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ വിഷയം ഖുർആനാണ്. ഖുർആൻ പഠിക്കുന്ന ആ മക്കൾക്ക് വേണ്ടിയാണ് ഇത്രയും ഭീമമായ സംഖ്യ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ഈ മനോഹരമായ ഒരു വേദി നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ പരിപാടിയുടെ 2 ദിവസത്തെ സൗണ്ടും സ്റ്റേജും ഈ സിസ്റ്റം അടക്കം ചെലവ് 1 ലക്ഷം രൂപയാണ്. ഇത് നിങ്ങളെ പോലെയുള്ള ഉമ്മമാർ ഉപ്പമാർ അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇന്നലെയും ഇന്നും നാളെയുമായി 3 ദിവസം സുഭിക്ഷമായി ഭക്ഷണം നൽകുന്നു. അപ്പോ 1 ലക്ഷം രൂപ കൂടെ അതിലേക്ക് അധികം ചെലവ് വരുന്നു. മറ്റു മക്കളുടെ സമ്മാനങ്ങളും മറ്റു ചെലവുകളുമായി ഭീമമായ ഒരു സംഖ്യ നമ്മള്
ചെലവഴിച്ചിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം ആഘോഷിക്കുമ്പോ മഹാന്മാരായ അൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ മഹാനായിരിക്കുന്ന സയ്യിദന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവരൊക്കെ പറഞ്ഞത് മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ഒന്ന് പറയാൻ, അതൊന്ന് പാടാൻ, അതൊന്ന് പാടിപ്പിക്കാൻ, അതൊന്ന് കേൾപ്പിക്കാൻ, ജനങ്ങൾക്ക് കൈമാറാൻ, അതല്ലെങ്കിൽ മുത്തുനബിയുടെ മീലാദുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് മൗലീദ് ഓതാൻ, അതല്ലെങ്കിൽ നേർച്ചകൾ സംഘടിപ്പിക്കാൻ, ഒമൻ ജമ ഇഖ്വാന അതിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തി വരുന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ, വഹയ്യ തുഅമ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഒരുക്കാൻ, വതബഖറ നല്ല സുഗന്ധം കിട്ടുന്ന രീതിയിൽ അത്തർ പുകയിപ്പിക്കാൻ, അതുപോലെ തന്നെ അവിടെ വിളക്ക് കത്തിക്കാൻ, അവിടെ മുസല്ല വിരിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട് മുത്തുനബിയുടെ മീലാദുമായി ബന്ധപ്പെട്ട് ഒരു ദിർഹം ഒരാൾ ചെലവഴിച്ചാൽ കാന റഫീഖി ഫിൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിൽ അവൻ എന്റെ കൂട്ടുകാരനായിരിക്കുമെന്ന് ലോകം കണ്ട പ്രവാചകന്മാർക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കനെ പറ റളിയല്ലാഹു അൻഹു. മാത്രമല്ല മഹാനായ ജുനൈദുൽ ബഗ്ദാദി, മഹാനായ ഹസൻ ബസ്രി, മഅറൂഫുൽ ഖർഖി, ലോകം കണ്ട വലിയ വലിയ സൂഫിയാക്കള്, ആലിമീങ്ങള്, മഹാനായ ജുനൈദുൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മീലാദുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ മദീനയിൽ ഉയർന്നു നിൽക്കുന്ന 7 കിലോമീറ്ററുകൾ നീണ്ട് പരന്നു കിടക്കുന്ന പ്രവിശാലമായ ഉഹുദ് പർവ്വതം തന്നെ എനിക്കല്ലാഹു സ്വർണമാക്കി തന്നാൽ അത് മുഴുവനും ഞാൻ എന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ, അത് പറയിപ്പിക്കാൻ, അത് പാടാൻ, അത് പാടിപ്പിക്കാൻ ഞാൻ ചെലവഴിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനാണ്, അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇത്തരം പരിപാടിയിൽ പണം ചെലവഴിക്കാൻ ചില ആളുകൾക്കൊക്കെ മടിയാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, മാഷാ അല്ലാഹ്. നമ്മുടെ മൊയ്തു ഹാജി അദ്ദേഹം വരുന്നത് ചാവക്കാട്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നിന്ന് പാങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പ്രായം കൊണ്ട് തളർന്നു പോകുമ്പോഴും മുമ്പിൽ വന്നിരിക്കും. മാഷാ അല്ലാഹ്. അദ്ദേഹത്തെ പേരെടുത്ത് പറയാനുള്ള കാരണം, നമ്മളെ നാട് കാണാതെ, നമ്മുടെ ഈ മക്കളെ കാണാതെ, നമ്മുടെ സ്ഥാപനം എന്താണെന്നറിയാതെ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോ എൻ്റെ കയ്യിൽ വളരെ സന്തോഷത്തോടുകൂടെ ഉസ്താദെ ഒരു കുട്ടിയുടെ 1 വർഷത്തെ ചെലവ് ഞാൻ ഏറ്റെടുത്തു. 3 വർഷമാണ് ഒരു കുട്ടിയുടെ ഹിഫ്ലിന്റെ ടൈം. 3 വർഷം കൊണ്ട് ഒരു കുട്ടി ഹാഫിൾ ആകുമ്പോൾ 60,000 രൂപയാണ് ഒരു കുട്ടിയുടെ ചെലവ് സുമാർ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. സന്തോഷം കൊണ്ട് സ്വന്തം മക്കളെ പോലെ ഒരു 3 വർഷത്തെ ചെലവ് 60,000 രൂപ ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുത്തു. എന്റെ കുട്ടിയായിട്ട് എനിക്ക് നാളെ ശഫാഅത്ത് ചെയ്യാൻ. ഞാനൊരു കുട്ടിയെ ഖുർആൻ പഠിപ്പിച്ചിട്ടെന്ന് പറയാം. 5 മിനിറ്റ് ഇരിക്കുകയാണ്. നാളെ ഖുർആൻ പഠിച്ച ഒരു മോനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ 60,000 രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് സംഭാവന നൽകാമെന്നും അഡ്വാൻസായി 20,000 രൂപ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ ആരാന്നവർക്കറിയില്ല, നമ്മുടെ സ്ഥാപനം, നമ്മുടെ നാടൊന്നും അവർ കണ്ടിട്ടില്ല. ഇങ്ങനെ
എല്ലാം ഖാലിഖായ റബ്ബായ അല്ലാഹുവിൽ തവക്കുലാക്കി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തെ, നമ്മുടെ മക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, അതുപോലെ തന്നെ ഈ ലൈവിലൂടെ നമ്മുടെ മക്കൾക്ക് ഒരു നേരം ഭക്ഷണം നേർച്ചയാക്കിയപ്പോ 18ഉം 20ഉം ഒക്കെ വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സന്താന സൗഭാഗ്യം ലഭിക്കാത്തതിന്റെ പേരിൽ കണ്ണീരുമായി സങ്കടങ്ങളുമായി ആളുകൾ കുടുംബത്തിൽ നിന്നൊക്കെ കുട്ടിണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ പരിഹസിക്കുന്നവരും കളിയാക്കുന്നവർക്കുമിടയിൽ അൽഹംദുലില്ലാ നമ്മുടെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കിയപ്പോ സന്താന സൗഭാഗ്യം കിട്ടിയ ഉമ്മമാര്, കുടുംബിനികളൊക്കെ ലൈവിലൂടെ നമ്മുടെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ അടുത്താണ് ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ കണ്ടാൽ മനോഹരമായ കൊട്ടാര സമാനമായ ഒരു വീട്. അവിടെ ചെന്നപ്പോ അവിടുത്തെ ഉമ്മ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളൊക്കെ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ചോദിച്ചപ്പോ മക്കൾ എടുത്ത ലോണുമായി ബന്ധപ്പെട്ട്, പലിശയുമായി ബന്ധപ്പെട്ട് ബാങ്കുകാര് ദിവസവും വീട്ടിലേക്ക് കയറി നിരങ്ങി വീട് വിറ്റിട്ടെങ്കിലും ഒരു ദിവസമെങ്കിലും സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മക്കൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നേർച്ചയാക്കുകയും അൽഹംദുലില്ലാ ആ കുറഞ്ഞ ഒരാഴ്ചയുടെ ഉള്ളിൽ കുറെ വർഷങ്ങളായി കാത്തിരുന്ന ആ വീട് വിൽപ്പന നടക്കുകയും അവർക്ക് സന്തോഷം ലഭിക്കുകയും അതിന്റെ പേരിൽ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. ഇങ്ങനെ അനവധി നിരവധി ആളുകൾ. അതാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ. എല്ലാ കാലഘട്ടത്തിലും നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരിക്കണം. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകിച്ച് പറഞ്ഞത് കുൻ ആലിമൻ, ഒന്നൊരിക്കൽ നീ ഒരു ആലിമാകണമെന്നതാണ്. നിനക്കൊരു പണ്ഡിതനാവാൻ പറ്റിയില്ലെങ്കിൽ ഒരു മുത്തഅല്ലിമായിട്ടെങ്കിലും നീ ജീവിക്കണം. മരണം വരെ നീ ഒരു മുത്തഅല്ലിമാവണം. ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഒരു ഇഷ്ടമുള്ള, അവരെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ സ്നേഹവും അവരോട് പ്രത്യേകമായ ഒരു ആദരവുമുള്ള, അവരൊക്കെ ബഹുമാനിക്കുന്ന ആളായി നീ മാറണം. അതല്ലെങ്കിൽ മുസ്തമിയ, ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോ കേൾക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണം. ഫലാ തകുൻ ഖാമിസാ, അഞ്ചാമതൊരു വിഭാഗത്തിൽ നീ പെട്ടുപോകരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഇന്നലെ നമ്മൾ തുടങ്ങിയ നാളെ അവസാനിക്കാൻ പോകുന്ന മജ്‌ലിസിൽ 3000-ത്തിലധികം വരുന്ന ആളുകൾക്ക് സുഭിക്ഷമായി നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പായസം നൽകുകയാണ്. ഇതുപോലെയുള്ള പരിപാടികളിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ ഒരുപാട് ഉമ്മമാർ, ഉപ്പമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനം വളർന്നു വന്നാൽ, നമ്മുടെ സ്ഥാപനം ഉയർന്നു വന്നാൽ, ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് ആലിമീങ്ങളും ഹാഫിളീങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉയർന്നു വന്നാൽ അൽഹംദുലില്ലാ, അല്ലാഹു പറഞ്ഞ പ്രഖ്യാപനം ഏറ്റെടുത്ത ആളുകളായി നമ്മൾ മാറും. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ. എല്ലാ കാലഘട്ടത്തിലും നന്മയിൽ ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവണമെന്നത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. നിങ്ങളുടേതാണെന്ന് നിങ്ങൾ പറയുന്ന സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, ഭർത്താക്കന്മാരെക്കാൾ, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത്, ആ മുത്തുനബിയെ കണ്ടുകൊണ്ട് മരിക്കുന്ന സമയത്ത് ആ മുത്തുനബിയിൽ നിന്ന് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു.